കാൽവിൻ പെർഫ്യൂംസിന്റെ 47ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന വേൾഡ് നമ്പർ 1 പെർഫ്യൂം അല്ല, നിങ്ങളുടെ സ്വന്തം ഒരു ബ്ലെൻഡ്, പ്രൈവറ്റ് ബ്ലെൻഡ് പെർഫ്യൂം ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരു കോഫി ബേസ്ഡ് പെർഫ്യൂമാണ്. കോഫിയുടെ സുഗന്ധവും നമ്മുടെ ബ്രെയിനും മസ്തിഷ്കവും തമ്മിൽ ഒരു ഭയങ്കര റിലേഷനുണ്ട്. പലർക്കും അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യം സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. നമ്മൾ അതിരാവിലെ രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു കോഫി കുടിക്കുക അല്ലെങ്കിൽ ഒരു ടീ കുടിക്കുക എന്ന് പറഞ്ഞൊരു ഹാബിറ്റ് മലയാളികൾക്കുള്ളതാണ്. ചിലപ്പോൾ മറ്റ് ജ്യൂസുകളായിരിക്കാം കുടിക്കുക. നമ്മൾ എന്ത് കുടിച്ചാലും നമ്മൾ കുടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ കോഫി കുടിക്കുമ്പോൾ മാത്രം നമ്മൾ അതിൻ്റെ മണവും കൂടി ഒന്ന് ആസ്വദിക്കും. നമ്മൾ അതിൻ്റെ ആ സുഗന്ധം ആസ്വദിച്ചുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ ഇൻടേക്ക് ചെയ്യുന്നത്. ഈ കോഫിയുടെ സ്മെല്ല് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് കടക്കുമ്പോൾ, ബ്രെയിനിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിയ നമ്മുടെ കടന്ന് വരും എന്നാണ് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് കേട്ടോ. ഞാൻ പറയുന്ന കാര്യമല്ല, അത് പലയിടത്തും ഞാനത് റിട്ടേൺ ആയിട്ട് വായിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പഴയ കാലത്തിലേക്കൊക്കെ കടന്നു പോകാനുള്ള ഒരു ചാൻസ് നമുക്ക് ക്രിയേറ്റഡ് ആവും. നമ്മുടെ ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഒക്കെ ആയിട്ടുണ്ടായിരുന്ന നിമിഷങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. നമ്മുടെ ഫ്രണ്ട്സായിട്ടൊക്കെ എൻജോയ് ചെയ്ത ചില നിമിഷങ്ങളൊക്കെ കടന്നു വരും. ഈ ബ്രെയിനിനെ ഈ കോഫിയുടെ സ്മെല്ല് വന്ന് ട്രിഗർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ പല നൊസ്റ്റാൾജിയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അതുകൂടാതെ ബ്രെയിനൊരു പോസിറ്റീവ് എനർജി കിട്ടും. രാവിലെ കോഫി കുടിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് എനർജി ഉണ്ടാകുന്നത് പോലെ തന്നെ നമ്മുടെ ബ്രെയിനും ഒരു എനർജി ഉണ്ടാകുന്നുണ്ട്. അത്രയൊക്കെ പ്രത്യേകതകൾ നമ്മുടെ കോഫിക്ക് ഉണ്ട്. പലരും ഈ കോഫി, നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെ കാണുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ, പലരും ഇരുന്ന് കോഫിയുടെ ഫിൽട്ടർ കോഫി ഉണ്ടാക്കാനായിട്ട് ഒരു എനർജി ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, സ്മെല്ലിന് വേണ്ടിയിട്ടല്ല. പക്ഷെ ആ കോഫിയുടെ പ്രത്യേകത വെച്ച് ഞാൻ പറഞ്ഞതാണ്. അത്രയും രസകരമായ ഒരു സ്മെല്ലാണ് കോഫിയുടെ സ്മെല്ല്. മറ്റു വ്യക്തികളെ ആകർഷിക്കാനും ഈ കോഫിയുടെ സ്മെല്ലിന് സാധിക്കുന്നു എന്നുള്ളതാണ്. കോഫിയുടെ സ്മെല്ല് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ നാട്ടിൽ തൃപ്പൂണിത്തുറ, ഞാൻ താമസിക്കുന്ന തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊരു കോഫി മേക്ക് ചെയ്യുന്ന ഒരു ഷോപ്പ് ഇതുണ്ട്. ഒരു ചെറിയൊരു മിനി ഫാക്ടറി ഉണ്ട്. നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്ക്, അതിൻ്റെ കൂടെ നടന്നു പോകുമ്പോൾ എത്ര സ്പീഡിൽ നടന്നു പോയാലും അവിടെ എത്തുമ്പോഴത്തേക്ക് അത് സ്ലോ ഡൗൺ ആവും. പയ്യെ ആ മണം ഇങ്ങനെ ആസ്വദിച്ച് നമ്മൾ മറ്റ് മുമ്പിൽ നിൽക്കുന്ന കാഴ്ചകളൊക്കെ മറക്കും. ഈ കോഫിയുടെ സ്മെല്ല് ഇങ്ങനെ ആസ്വദിച്ചങ്ങ് പോകും. അത്രയും ഇഷ്ടമുള്ള ഒരു സ്മെല്ലാണ് എല്ലാവർക്കും. നോ ഹേറ്റേഴ്സ്, ആരും ഇതിന് എതിര് പറയാൻ ചാൻസ് കുറവാണ്. ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു പെർഫ്യൂം, അതാണ് കോഫിയുടെ പെർഫ്യൂം. നമ്മൾ ആ ഒരു സെയിം ഫ്രാഗ്രൻസിൽ നമ്മളൊരു പെർഫ്യൂം, കാൽവിൻ പെർഫ്യൂംസ് ഒരു കോഫി പെർഫ്യൂം ഇറക്കുന്നുണ്ട്. അതിനകത്ത് ഞങ്ങൾ ചെറുതായിട്ട് ഒരു മാറ്റം കൂടി വരുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഒരു ചിക്കറിയുടെ സ്മെല്ലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കറിയുടെ സ്മെല്ല് ആഡ് ചെയ്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഫിയുടെ സ്മെല്ലിൻ്റെ ഒരു ലാസ്റ്റിങ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ചെറിയൊരു വുഡി നോട്ട്സും കൂടി വരുമ്പോഴത്തേക്കും, ഒരു ചിക്കറിയുടെ വേരിൻ്റെ അതാണ് നമ്മൾ അതിനകത്ത് വരുന്നത്. അതും കൂടി ചേർത്ത് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു സ്മൂത്തനിങ്, കുറച്ചും കൂടി എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് വൈബ്. കോഫിയുടെ സ്മെല്ലിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ഡിഫറെൻറ്റ് ചേഞ്ചും കൂടി വരുത്തിക്കൊണ്ടാണ് നമ്മളത് ഇറക്കിയിരിക്കുന്നത്. കോഫി വിത്ത് ചിക്കറി, നമ്മൾ കോഫി പെർഫ്യൂം എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മളത് ഇറക്കിയിരിക്കുന്നത്. അത് പുതിയതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്താ പറയുക, ഞങ്ങളുടെ ഓൺ ബ്രാൻഡായിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു പെർഫ്യൂമാണ്. ദാറ്റ് ഈസ് നമ്പർ 1 എന്ന് പറയുന്ന നമ്പർ 1 പെർഫ്യൂം. നമ്പർ 2 പെർഫ്യൂം എന്നൊരു ഫ്രൂട്ടി പെർഫ്യൂംസിൻ്റെ ലവേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു പുതിയൊരു പെർഫ്യൂമും കൂടി ഓൾറെഡി ഇറക്കി കഴിഞ്ഞു. ബ്ലൂബെറി എന്ന് പറയുന്നൊരു പെർഫ്യൂം. ബ്ലൂബെറി ഞാനതൊരു ഒരുപാട് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ബ്ലൂബെറിയുടെ പഴം നമ്മൾ കഴിക്കാത്തവരാരും തന്നെ കാണാൻ ചാൻസ് കുറവാണ്. അതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഫ്രാഗ്രൻസ് ആണ്. എന്നാൽ ഫ്രൂട്ടിയുടെ ഒരു പ്രത്യേക ഒരു രസമാണ്. ആ ഒരു ലൈറ്റായിട്ട് സ്മൂത്തായിട്ട് ആ സ്മെല്ല് ഇങ്ങനെ നിൽക്കും. ഭയങ്കര ഒരു ഹൈ പ്രൊജക്ഷനോ ഭയങ്കര ഹൈ സ്പ്രെഡിങ്ങോ ഒന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ ലൈറ്റ് സ്മെല്ലായിരിക്കും. ആ ലൈറ്റ് സ്മെല്ല് എപ്പോഴും ഇങ്ങനെ നിന്നുകൊണ്ടിരുന്നോളും. നമ്മൾ പോകുമ്പോൾ ഒക്കെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഭയങ്കര ഒരു ഹെവി പെർഫ്യൂം അല്ല അത്. ഒരു ലൈറ്റ് ഫ്രാഗ്രൻസ് ആഗ്രഹിക്കുന്നവർക്ക്
പറ്റുന്ന ഒരു ഫ്രൂട്ടി പെർഫ്യൂം എപ്പോഴും ഹെവിനെസ് ഉണ്ടാവും. ചിലർക്ക് ഇഷ്ടപ്പെടാറില്ല. ഫ്രൂട്ടി എപ്പോഴും ഒരു ഹെവി നോട്ട്സുകളും ഹെവി ഫ്രാഗ്രൻസാണ് നമുക്ക് പുറത്തേക്ക് വരുന്നത്. ഇത് അങ്ങനത്തെ അല്ല, ഒരു സോഫ്റ്റ് ഫ്രൂട്ടി പെർഫ്യൂം. അങ്ങനത്തെ ഒരു സിംഗിൾ ഫ്രൂട്ടിയേ ഉള്ളൂ കേട്ടോ. ഫ്രൂട്ടി എന്ന് പറയുമ്പോൾ എല്ലാ പഴങ്ങളും ഇല്ല, ഒരൊറ്റ പഴമേ ഉള്ളൂ, ബ്ലൂബെറി മാത്രമേ ഉള്ളൂ. ബ്ലൂബെറിയുടെ സ്മെല്ലിൽ നമ്മളൊരു പെർഫ്യൂം ഇറക്കിയിട്ടുണ്ട്. അത് 2 പേർക്കും ഉപയോഗിക്കട്ടെ, യൂണിസെക്സ് ആയിട്ട് ഉപയോഗിക്കാം. ആണുങ്ങൾക്ക് ഉപയോഗിക്കാം, പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കാം, ബോത്ത് ജെൻസ് ആൻഡ് ഗേൾസ്. അതുപോലെ തന്നെ കോഫി, അതെ, 2 പേർക്കും ഉപയോഗിക്കാവുന്ന പെർഫ്യൂമാണ്. ഈ 2 പെർഫ്യൂമും നമ്മൾ ഷോപ്പിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് പരിചയപ്പെടുന്നവരെ എല്ലാവർക്കും ടാറ്റ.